നമസ്കാരം കൂട്ടുകാരെ. ഗോൾഡ് വിന്നർ പ്രസൻസ് മാസ്റ്റർ ഷെഫ് പിള്ളെ 1 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പാർട്ട്ണർ ഗ്രെയിൻ ആൻഡ് ഗ്രേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ മഞ്ജു പത്രോസ് ആണ്. സ്വാഗതം ചെയ്യാം. മഞ്ജു, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആദ്യം തന്നെ വിശേഷങ്ങൾ അടിപൊളി. അത് ഭയങ്കരമായ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഇടയിൽ സിനിമയിലൊക്കെ അഭിനയിച്ചു. കണ്ടോ? നേര് കണ്ടു. എന്താ പറയാ, ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഇതിനകത്ത് മാത്രമല്ല, പാചകത്തിലും മാത്രമല്ല, അഭിനയത്തിലും നിങ്ങളുടെ കൂടെ ഇടപഴകി നിങ്ങളൊക്കെ ഇങ്ങനെ പെർഫോം ചെയ്ത് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഇടപഴകുമ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിച്ച കുറെ കാര്യങ്ങൾ എന്തോ ഉണ്ട്. അയ്യോ, സന്തോഷം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഈ പുതിയ 2024 എന്തൊക്കെയാണ് പുതിയ സംഭവങ്ങൾ? എന്തൊക്കെയാണ് 2024 തുടങ്ങിയുള്ളൂ, എന്നാലും നന്നായി പോകുന്നു, കാര്യങ്ങളൊക്കെ ഉഷാറായി തന്നെ പോകുന്നു. ഇന്ന് മഞ്ജുവിന് നമ്മളിന്ന് ഉണ്ടാക്കി തരാൻ പോകുന്നത് മഷ്റൂം ആൻഡ് പനീർ പെപ്പർ റോസ്റ്റ് ആണ്. പനീറൊക്കെ ആളുകൾ ഇപ്പൊ കേരളത്തിൽ ഒരുപാട് പേര് ഇപ്പൊ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ പേര് പാൽക്കട്ടി. അതെ, ശരിക്കും നമ്മുടെ നാട്ടിലെ കൂണില്ലേ, അതെ, അത് ഇതുമായിട്ട് എൻറ്റയർലി ഡിഫറെന്റ് അല്ലേ? ഇത് ബട്ടൺ മഷ്റൂംസ്. മഷ്റൂമിന്റെ പലതരം വെറൈറ്റീസ് ഉണ്ട് വേൾഡ് വൈഡ്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള, ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള മഷ്റൂം ഏതാണെന്നറിയാം? അതിന് പറയുന്ന പേര് ഗുച്ചി എന്നാണ് പേര്. മോറൽ മഷ്റൂം. അത് കാശ്മീരിൽ കിട്ടുന്നതാണ്. അതല്ലാതെ അത് ഒരു സീസണിൽ കിട്ടുന്ന ചില മഷ്റൂം ഉണ്ട്. ഡ്രൈ ആയിട്ടുള്ളതുണ്ട്, ജെറോൾ മഷ്റൂം, അങ്ങനെ ഷിറ്റാക്കി, അങ്ങനെ പലതരം ഉണ്ട്. ഇത് നമ്മുടെ ഇവിടെ ഏറ്റവും അത് വേറെ. അത് നാടൻ കൂണ് പലതരത്തിലുണ്ട്. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവരും ഉണ്ടാക്കുക. വീട്ടിലൊക്കെ ഇത് വളർത്തുന്നവരുണ്ട്. ഇത് ബട്ടൺ മഷ്റൂംസ് എന്ന് പറയുന്ന സാധാരണ എല്ലാവരുടെയും മഷ്റൂം എന്ന് പറഞ്ഞ ഇതാണ്. പക്ഷെ അതല്ലാതെ പല ഷേപ്പിൽ പല ഫ്ലേവറിലുള്ള വിവിധമായ മഷ്റൂംസ് ഒക്കെ പല രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഇതാണ്. അതെ. ആദ്യം തന്നെ കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത്, കുറച്ച് ഇഞ്ചി. റെസിപ്പി നോക്കാനല്ല, അതിൻ്റെ ഇടയ്ക്ക് പാട്ടൊക്കെ പാടിത്തരണേ ഞങ്ങൾക്ക്. കുറച്ച് ഓണിയൻസ്. ശരിക്കും ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെ ഇടി വെട്ടുമ്പോ നമ്മുടെ വീടിന്റെ മേളിലൊരു റബ്ബർ തോട്ടാ. അപ്പൊ ഞങ്ങളുടെ അപ്പനോ, എന്റെ പപ്പയുടെ അപ്പനും അമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അപ്പനൊക്കെ ഇങ്ങനെ ഇടി വെട്ടി കഴിയുമ്പോ പോകും. എന്നിട്ട് ഇതേപോലെ കൂണ് മേടിച്ചിട്ട് വരും. പക്ഷെ അത് എന്നിട്ട് ഇങ്ങനെ മഞ്ഞപ്പൊടിയൊക്കെ പെരട്ടിയിട്ട് ഇങ്ങനെ വെക്കണ കാണാം. വിഷമുള്ളതാണോ എന്ന് അറിയാൻ വേണ്ടിട്ട്. അതിനെ വെച്ചിട്ട് ചില പണ്ടൊക്കെ നമ്മുടെ വറുത്തരച്ച ഒരു മഷ്റൂം കറി ഉണ്ട്. എന്റെ പൊന്നോ, ഇതല്ലേ വേറൊരു രസമുണ്ട്. ഇങ്ങനെ വെറുതെ വെളിച്ചെണ്ണയിലിട്ടിട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് ഇത് വെറുതെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് തരും. അത് ഇച്ചിരി കാണുള്ളൂ, പക്ഷെ എന്റെ പൊന്നെ, എനിക്ക് മഷ്റൂം എന്ന് പറയുമ്പോ എന്റെ ഉള്ളിൽ ടേസ്റ്റ് അതാണ്. ഈ മഷ്റൂം ഒക്കെ കേരളത്തിൽ സുലഭമായി തുടങ്ങിയിട്ട് അധികം വർഷമൊന്നും ആയിട്ടില്ല. കാരണം ഇത് എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ മാത്രം കിട്ടുന്നതാണ്. ഈ മാർക്കറ്റിൽ പോയി വാങ്ങിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 years 15 years ഒക്കെ ആയിട്ടേ ഉള്ളൂ എല്ലാ ഈ സൂപ്പർ മാർക്കറ്റിൽ. ഇപ്പം മഷ്റൂം നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാം. മറ്റേത് പണം കൊടുത്ത് വാങ്ങിക്കാൻ ഇവിടെ ഇല്ലായിരുന്നു. സാർ വൈഫിന് ഉണ്ടാക്കി കൊടുത്തേക്കുന്ന ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള എന്തെങ്കിലും അങ്ങനെ ഒത്തിരി കാര്യമുണ്ട്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് അവർ നാടൻ ഭക്ഷണം എല്ലാം അറിയാം. ഇപ്പോൾ ഞാൻ അവരുടെ നാടൻ ഭക്ഷണമൊക്കെ വരുമ്പോൾ അവർ ഈ റെസ്റ്റോറൻറ്റിലെ വീഡിയോ കണ്ടിട്ട് പറയുമ്പോൾ എനിക്ക് ഗ്രില്ല് ചെയ്ത് ലാം ചോപ്സ് വേണം, സ്റ്റേക്സ് വീട്ടിലുണ്ടാക്കി തരാൻ പറഞ്ഞൊക്കെ ഇടയ്ക്ക് ഞാനതൊക്കെ കുറച്ച് ഉടായ്പൊക്കെ കാണിച്ച് അവർക്ക് ഇങ്ങനെയൊക്കെ 1-2 ഡിഷ് ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് അവരെ കൊണ്ട് നാട്ടിലെ എല്ലാ മീനും വാങ്ങിച്ച് കറി വെച്ച് കഴിക്കാൻ എൻ്റെ പരിപാടി. ശരിക്കും നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ടേസ്റ്റ് തോന്നൂല അല്ലേ? ശരിക്കും നമ്മൾ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ സന്തോഷം കാണുക. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ നമ്മളങ്ങ് സെൽഫിഷ് ആയി പോകും. അയ്യോ, ഭാര്യ ഉണ്ടാക്കി തരട്ടെ, അമ്മ ഉണ്ടാക്കി തരട്ടെ. നമുക്ക് ഉണ്ടാക്കാൻ മടിയുണ്ടായിട്ടല്ല, അപ്പോൾ നമ്മൾക്കും ആരെങ്കിലും ഒക്കെ ഫീഡ് ചെയ്യാൻ വേണ്ടേ? അപ്പോൾ അവരതിനെപ്പോഴും പരാതിയാണ്, നിങ്ങൾ നാട്ടുകാർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കും, ഞങ്ങൾക്ക് എന്താണ് ഉണ്ടാക്കി തരാതെ. അപ്പോൾ നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിച്ചോ, വീട്ടിൽ വെച്ച് എന്നെ കുക്ക് ചെയ്യിപ്പിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയും. മഞ്ജു എങ്ങനെ ഈ കലാരംഗത്തേക്ക് എത്തപ്പെടാൻ? കലാരംഗത്തേക്ക് ഓഫ്കോഴ്സ് വന്നത് വെറുതെ അല്ല ഭാര്യ എന്ന് പറയുന്ന റിയാലിറ്റി ഷോ വഴിയാണ്. റിയാലിറ്റി ഷോ കഴിഞ്ഞപ്പോൾ അവരുടെ തന്നെ വേറൊരു പ്രൊഡക്ഷനിലേക്ക്, ഒരു പ്രോഗ്രാമിലേക്ക് നമ്മളെ വിളിച്ചു. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സിനിമകളും മറ്റു പ്രോഗ്രാമുകളൊക്കെ വന്നത്. ശരിക്കും ആ പ്രോഗ്രാമാണ് നമ്മുടെ ബേസിക് തുടക്കം അവിടെ നിന്നാണ്. ഈ മഷ്റൂമൊക്കെ നമ്മൾ വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്യാം. പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു പാനിനകത്ത് കുറച്ച് ബട്ടറിനകത്ത് ഇത് സോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഈ ഒരു മസാല റെഡിയാകുന്ന സമയത്ത് തന്നെ ഒരു പാനിനകത്ത് ലേശം ബട്ടറിനകത്ത് ഈ മഷ്റൂമിനെ ജസ്റ്റ് ഗ്രില്ല് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് ഒരു ഗ്രിൽ മാർക്കൊക്കെ കിട്ടിയ ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ വരും. അത് കഴിഞ്ഞിട്ട് ഈ മസാല ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അത് ആ സമയം പക്ഷേ ഇതൊന്നുമല്ല ഇപ്പോൾ കേട്ടത്. ഞാൻ നോക്കുമ്പോൾ
ഇവിടെ ഇതിങ്ങനെ ചെയ്യുന്നു, ഒന്നും പറയണൊന്നുമില്ല, അടുത്തിടുന്നു, പിന്നെ അതെടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. എനിക്കൊരു മാജിക്. ഇത് കാരണം ഇത് ഇങ്ങനെയൊക്കെ ഒരു കുക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ കളർ മാറും, മഷ്റൂമിന്റെ നിറം മാറും, ആ ബട്ടറിനകത്ത് കുറച്ച് എക്സ്ട്രാ ഫ്ലേവർ ചെയ്യാണ്ട് കുറച്ച് ഗാർലിക് കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഗാർലിക്കും ബട്ടറിനകത്ത് ഗാർലിക് ബട്ടർ ഭയങ്കര ഒരു കോമ്പിനേഷൻ. നമ്മൾ വെളിച്ചെണ്ണ കടുകെന്ന് പറയുന്ന പോലെ എല്ലാ ഒരു വെസ്റ്റേൺ കൺട്രിയിലൊക്കെ ബട്ടറിനകത്ത് ഗാർലിക് ഇട്ട് സോട്ട് ചെയ്തിട്ട് ഒരു പ്രത്യേകതരം ഫ്ലേവർ, ഒരു എക്സ്ട്രാ ഫ്ലേവറാണ്. അപ്പോൾ ഇത് മഷ്റൂം അതിനകത്ത് ഇങ്ങനെ സ്ലോയിൽ കുക്കാവും. അപ്പോഴത്തേക്ക് ഇവിടെ നമ്മളുടെ ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം തക്കാളിയൊക്കെ ഇട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് റെഡിയാക്കും. അത് കഴിഞ്ഞ് വീണ്ടും പനീർ നമ്മൾ ഇതുപോലെ ഗ്രില്ല് ചെയ്യും. ഒരു മണം വന്നില്ലേ? വെളുത്തുള്ളി ബട്ടറിനകത്ത് ലയിച്ച് ശരിക്കും ഇങ്ങനെ അടുക്കളയുടെ അവിടെ വന്ന് ഇങ്ങനെ മണം പിടിച്ചാൽ അമ്മച്ചി ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? അമ്മച്ചി ഉണ്ടാക്കുന്നത് എല്ലാം ഇഷ്ടമാണ്. എന്നാലും അമ്മച്ചിയുടെ കക്കയിറച്ചി ഫ്രൈ. അയ്യോ, കക്കയിറച്ചി ഫ്രൈ എന്ന് പറഞ്ഞൊക്കെ എന്റെയും ഫേവറേറ്റ്. കക്കയിറച്ചി ഫ്രൈ സീരിയസ്ലി അതെനിക്ക് വേറെ എവിടെ പോയി കഴിച്ചാലും അമ്മച്ചി ഉണ്ടാക്കുന്ന സ്വാദ് കിട്ടില്ല, വരൂല. അതൊക്കെ വീടുകളിൽ തന്നെ ഉണ്ടായി. നമുക്ക് സമയം ഫ്രൈ ചെയ്ത് കറുത്ത കളറിൽ അടിപൊളിയായിട്ട് അല്ലേ? അതേ റെസിപ്പിയിലാണ് ഈ കക്കയിറച്ചി ഫ്രൈ, അതുപോലെ കല്ലുമേക്കായ ഫ്രൈ, ഓയിസ്റ്റർ ഫ്രൈ, ഇത് മൂന്നും ഒരേ തരത്തിൽ ഈ ഡ്രൈ ആക്കിയിട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് കുറച്ച് കുരുമുളക്, വെളുത്തുള്ളിയൊക്കെ ബ്ലാക്കിഷ് കളർ, അത് നല്ല ചോറിലോട്ട് വേറെ കറിയൊന്നും ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു പിടി കക്കയിറച്ചി ഇങ്ങനെ ഇട്ടിട്ട് ഇച്ചിരി ചോറിൽ കുഴച്ചോ ഒന്നും പറയണ്ട അല്ലേ? അതുപോലെയാണ് അമ്മച്ചി മറ്റേ ചമ്മന്തി ഉണ്ടാക്കുമല്ലോ വീട്ടിൽ. അമ്മച്ചി അമ്മിയിൽ അരച്ച ചമ്മന്തിയൊക്കെ ഉണ്ടാക്കണേ. അപ്പൊ അത് അരച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ അങ്ങനൊന്നും ചെയ്യാറില്ല. എന്നാലും നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് വാടി വിളിക്കും. എന്നിട്ട് ഒരു തവി ചോറ് അമ്മിയിലിട്ടിട്ട് ഇങ്ങനെ പെരട്ടും. ആ ചമ്മന്തി അരച്ച കല്ലിലിട്ടിട്ട് പെരട്ടിയിട്ട് അത് ഉരുട്ടി തിന്നും. ഞാനും എൻ്റെ ആങ്ങളെയും കൂടി ഇടിയായിരിക്കും. ഉള്ളി ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടിട്ട് നമ്മുടെ ഒരു കുക്കിംഗ് സ്റ്റൈലാണ്. നമ്മൾ എപ്പോഴും നിങ്ങളെല്ലാവരും കൂടെ മിക്സ് ആൻഡ് മാച്ച് ആവും. നമ്മളൊരു സൈഡിൽ ഒതുക്കി അതിനൊരു സ്പേസ് തക്കാളിക്ക് മാത്രം ഒന്ന് സോട്ട് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിലാകുമ്പോൾ അതിന് വേറൊരു രീതിയാണ്. ഇതിന്റെ കൂടെ തന്നെ തക്കാളിയും കൂടി ഇട്ടാൽ വഴരൂല്ലേ? വഴരും, പക്ഷെ ഇത് ഡയറക്റ്റ് ആ ഫ്ലെയിമിനകത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഗ്രില്ലാവും, അതിനൊരു ടേസ്റ്റ്. ഇപ്പോൾ ഇത് വേവിച്ചെടുക്കാം, അരച്ചെടുക്കാം, ഇതിൻ്റെ കൂടെ എടുക്കാം, ഇതിനൊക്കെ ഓരോ രുചിയാണ്. അപ്പോൾ ഇത് പാനിനകത്തിട്ട് ഇത് കറക്റ്റായിട്ട് റോസ്റ്റ് ആവുന്നതാണ്. അപ്പോൾ ഒരു സൈഡിൽ ഇത് ഇവിടെ ഇങ്ങനെ റോസ്റ്റ് ആയിട്ട് ഇതിന്റെ വെള്ളം ഇറങ്ങുന്ന സമയത്തായിരിക്കും. സാറ് പറഞ്ഞിട്ട് ഈ പച്ചക്കറിയൊക്കെ കേൾക്കുന്നുണ്ട്. അവരെ ഇതെല്ലാം കൂടി മിക്സ് ആയി മഷ്റൂം ഒരു സൈഡിൽ ഗ്രില്ലായി അതിന്റെ കളറൊക്കെ മാറുന്നു വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു സൈഡിൽ സോട്ടായിട്ട് ഇരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ കുറച്ച് ഇവിടെ ഇടാൻ പോവാണ്. ഇവിടെ കുറച്ച് ബട്ടർ ഇട്ടു. ഇനി അതേ സൈഡിൽ കുറച്ച് പനീർ, അതും ആ സൈഡിൽ ഗ്രില്ലാവും. അതുപോലെ പനീർ നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ അതിന്റെ ആ ഒരു മാറിപ്പോവും. അതെന്തായിരിക്കും? അത് ഓവർ കുക്ക് ആയിട്ട് പനീർ എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി കുക്കായ പാലാണ്, ഒരുപാട് ഇട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. പാല് നല്ലപോലെ തിളപ്പിച്ച് പുളിപ്പിച്ച് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് തോർത്തിൽ കെട്ടി അല്ലെങ്കിൽ തുണിയിലൊക്കെ കെട്ടി വെച്ചിട്ട് അതിന്റെ ജലാംശം മൊത്തം മാറ്റിയിട്ടുള്ള ഒരു ഫൈൻ പ്രൊഡക്റ്റ്, ഓൾറെഡി കുക്കായ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ കൂടുതലായിട്ട് തന്നെ ഒന്ന് റീഹീറ്റ് ചെയ്താൽ മാത്രം മതി, അത് സോഫ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അത് ഭയങ്കര രസമായിട്ട് മാറും. അപ്പോൾ ഈ തക്കാളി ഒരു സൈഡിൽ ഒതുങ്ങുമ്പോൾ നമ്മളിവിടെ വീണ്ടും നമ്മുടെ സ്പൈസ് ആഡ് ചെയ്യാൻ പോകും. ഇനി ഇവിടെ ഒരു സൈഡിൽ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി. നിങ്ങൾക്ക് ഇച്ചിരി മുളകിൻ്റെ എരിവ് കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ ഇട്ടാണ് കേട്ടോ, എനിക്കിഷ്ടം. കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, ലേശം കുരുമുളക്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഈ സ്പൈസ് ചൂടിനകത്ത് ഇങ്ങനെ വെക്കുമ്പോൾ ചുമയ്ക്കാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്ന് റോസ്റ്റ് ചെയ്യുമ്പോൾ പച്ച മണം മാറാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒരു പാനിൽ തന്നെ നിങ്ങൾ 3-4 പാൻ്റെ ആവശ്യമില്ല. ഇതിന് സ്പേസ് ഒരു സൈഡിൽ തക്കാളി വഴറ്റുന്നുണ്ട്, ഒരു സൈഡിൽ സ്പൈസ് ആവുന്നുണ്ട്, വേറൊരു പാനിനകത്ത് 2 ഐറ്റം അതും കുക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഈ സ്പൈസ് എല്ലാം കൂടെ കറക്റ്റായിട്ട് റോസ്റ്റ് ആയി. ഇനി ഇതിനെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിക്ക് ഇത് 3നെയും ട്രീറ്റ് ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് ഓരോന്നിനും അതിന് പ്രാധാന്യം കൊടുക്കണം ഇല്ലേ? ഒരു കടുകായാലും ആ കടുക് മണിക്ക് ഒരു പ്രാധാന്യം. കടുക് നമ്മൾ സ്നേഹത്തോടെ എണ്ണയ്ക്കകത്ത് ചൂടാവുമ്പോൾ തന്നെ ഇടുമ്പോൾ അത് പൊട്ടിയാൽ ഉണ്ടാവുന്ന ഫ്ലേവർ വേറെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രൊഫഷണലി കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു മസാല റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പാട്ട് പാടി തുടങ്ങാം. അപ്പോൾ ഇനി ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം കഴിഞ്ഞു. ഇനി എക്സിക്യൂഷൻ കഴിഞ്ഞത് ഇവിടെ മഷ്റൂം ഓൾറെഡി നല്ല ഗ്രിൽ മാർക്കലായി, പനീർ ഇതുപോലെ ഒരു സൈഡിൽ കുക്കായി. ഇനി ഇതിനകത്ത് ഇച്ചിരി ടേസ്റ്റ് കൂട്ടാനായിട്ട് ലേശം ക്രഷ് പെപ്പർ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മിക്സറിൽ മാറ്റുന്നു, റോസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ മസാലകളൊക്കെ റെഡിയായി. അതിനകത്ത് ഫൈനലി കുറച്ച് അതിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ലേശം വെള്ളവും ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. വെള്ളം വെട്ടി തിളച്ചിട്ട് ഇതിനകത്തേക്ക് രണ്ടും കൂടെ യോജിച്ച് മാറുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കുക്കിങ്ങിനകത്ത് നമ്മൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഇത് ഒരു പാനിനകത്ത് തന്നെ ആ വെള്ളത്തെ നമ്മൾ ട്രീറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു പാട്ട് പാടാം.
അലസമനോജ്ഞമവൾ വരുമ്പോൾ വെള്ളിക്കൊലുസുകൾ പാടുകയായി, തങ്കവളകൾ ചിരിക്കുകയായി. വരികളാൽ മെടഞ്ഞിട്ട് ചുരുൾമുടി കാൺകേൻ അരിമുല്ല പൂക്കുകയായി, എൻ്റെ അരിമുല്ല പൂക്കുകയായി. ഇനിയൊന്നു പാടൂ ഹൃദയമേ, നിൻ പനി മതിർത്തുവല്ലോ ശിശിര നിലാവിൻ പുടവ ചുറ്റി എൻ ശശിരേഖ കൈവിളക്കേന്തി നിന്നു. ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു. ദേ നമ്മുടെ ആ ഡിഷിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് ഞാൻ പറയുന്നത്, മസാല ഒരു സൈഡിൽ റോസ്റ്റായി, അതുപോലെ മഷ്റൂമും പനീറും ദേ എൻ്റെ കളർ മാറി നമ്മളൊരു വൈറ്റ് കളറിൽ ഇരുന്ന രണ്ട് സാധനത്തിന് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര രസമാണ്. നിങ്ങൾ വേറെ ഒന്നും വേണ്ട, വെറുതെ ഒരു സീരിയസ്ലി ഞാൻ പറയാണ്, ഇതിനകത്ത് എന്തോ മാജിക് ഉണ്ട്. എന്താന്ന് ഞാൻ പറഞ്ഞിട്ട്, ഇപ്പൊ നമ്മുടെ കിച്ചണിൽ ഇങ്ങനെ ഫുൾ ഫ്ലെയിമിൽ ഇതിട്ടിട്ട് നമ്മൾ ഏതെങ്കിലും വഴിയൊക്കെ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് കരിഞ്ഞു, ഇത് ഒന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ ഇവിടെ വേറൊരു സാധനം ഉണ്ട്, എനിക്ക് തോന്നുന്നു ഈ പാത്രത്തിനൊക്കെ എന്തോ കുഴപ്പങ്ങൾ. ഒരു സൈഡിൽ വെള്ളം ഒഴിച്ച് ഒരു സൈഡിൽ മസാല ഇരിക്കുന്നു. ഇത് മറ്റേ കരയും കടലും പോലെ മാറി കുക്ക് ചെയ്യുമ്പോൾ കുക്ക് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വെള്ളം പോലും ഇപ്പൊ ആ ഒരു വെള്ളം സെപ്പറേറ്റ് ആയിട്ട്, അപ്പൊ ആ വെള്ളം ഇതിന് കുറുകി ഇനി ഈ മസാലയിലേക്ക് ഇത് യോജിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് റോസ്റ്റ് മസാലയായി. അപ്പോൾ എല്ലാം അതൊരു കൃത്യമായി. ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഓൾറെഡി കുക്കായി ഗ്രിൽ മാക്കായിട്ട് വന്ന് പനീർ ആൻഡ് മഷ്റൂം ആഡ് ചെയ്തു. ബട്ടറിൽ ബ്ലാക്ക് പെപ്പർ ആൻഡ് ഗാർലിക് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തൊരു സാധനമാണ്. അത് ഈ മസാല ഇട്ടു. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ്സ് പരിപാടികൾ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു ചൂടപ്പം അല്ലെങ്കിൽ ഒരു ചപ്പാത്തി, ഒരു പൊറോട്ട. അയ്യോ, മഷ്റൂം ഒക്കെ വെജിറ്റബിൾ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു മീറ്റ് ഒക്കെ കഴിക്കുന്ന പോലൊരു ടേസ്റ്റുള്ള ഒരു റോസ്റ്റാണ്. നമ്മൾ ബീഫൊക്കെ റോസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ പോക്ക് അല്ലെങ്കിൽ മട്ടൻ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഓൾട്ടർനേറ്റീവായിട്ട് വെജിറ്റേറിയൻസിന് കൊടുക്കാൻ പറ്റിയ ഒന്നും കളയാൻ പാടില്ല. ബട്ടർ അല്ലേ, ആ ഒരു സ്നേഹം. നല്ല നിറവല്ലേ ഇത് കഴിക്കാനൊക്കെ നമുക്ക് കൊതി തോന്നുന്ന. നിറം മാത്രല്ല നല്ല മണവും വരുന്നുണ്ട്. ശരിക്കും ഞാൻ ഇതുപോലെ വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കി നോക്കും. ഞാൻ പറഞ്ഞതുപോലെ പച്ചക്കറികൾ അനുസരിച്ചില്ലെങ്കിൽ, പച്ചക്കറികൾ അനുസരിക്കും. നിങ്ങൾക്ക് സ്വരങ്ങളെയൊക്കെ അല്ലെങ്കിൽ ഈ ശബ്ദങ്ങളെയൊക്കെ സ്വരമായിട്ട് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് പാടാൻ പറ്റുന്ന പോലെയാണ്. നമ്മളതിനെ അത് ഈസി ആയിട്ടല്ലോ പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ എത്രയോ. ഇത് പാഷനാണ് ആക്ച്വലി. അതാ മനസ്സിലായത്. സാറിങ്ങനെ ഇതിനൊക്കെ ചെവിടും സംസാരിക്കാനൊക്കെ കഴിവുള്ളത് പോലെയാണ്. കാരണം ഇതിട്ടിട്ട് അത് അവിടെ കിടന്നോളും, ഞാൻ വരുന്നവരെ അവിടെ കിടന്നോളും എന്നുള്ള രീതിയിൽ അവർക്കറിയാതെ. പഴയ ചില അമ്മമാരൊക്കെ ഒറ്റയ്ക്കൊക്കെ പാചകിച്ചിട്ട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, പലരും പറയുന്നത് കണ്ടിട്ടുണ്ട്. അവർ വീടുകളിൽ ഈ വെള്ളമൊക്കെ കൊണ്ട് പച്ചക്കറി പാത്രങ്ങളൊക്കെ കഴുകി വെള്ളമൊക്കെ കൊണ്ടുപോയി കറിവേപ്പയുടെ മുമ്പിൽ ഒഴിക്കും. അതിൻ്റെ കൂടെ വർത്താനം പറയും അവർ തന്നെ നിൽക്കുമ്പോഴാണ് സംസാരിക്കുക. പൂച്ചയൊക്കെ വരും മീൻ കണ്ടിരിക്കുമ്പോൾ, പൂച്ചയുടെ അവരൊക്കെ ആയിട്ട് ആ ഒരു രീതിയിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ തൊട്ടടുത്ത മൃഗങ്ങൾ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന മരങ്ങൾ, ചെടികൾ, ഇവരോടൊക്കെ സംസാരിക്കുന്ന പോലെ ഇതിൻ്റെ കൂടെയും സംസാരിക്കാം അല്ലേ. നമ്മുടെ മസാല റോസ്റ്റ് ചെയ്ത ഈ മസാലയുടെ ഫൈനൽ സ്റ്റേജിലാണ്. ഇതിനകത്ത് ഞാൻ കറിവേപ്പില ഇട്ടില്ല, പകരം ഇതിൻ്റെ ഏറ്റവും കൂടുതൽ രസമായിട്ട് ഈ മഷ്റൂമും പനീറൊക്കെ ആകുമ്പോൾ മല്ലിയിലയാണ്. മല്ലിയില പൊതുവെ മലയാളികൾക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷെ നിങ്ങൾ ഇട്ട് കഴിച്ച് തുടങ്ങണം. ഇതൊരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടമാണ്. മഞ്ജുന് ഇഷ്ടമാണ് മല്ലിയില, എങ്കിൽ ഇത്തിരി ഇടുവാണ്. ഓക്കെ, ഇത്തിരി നല്ല കളർഫുള്ളാണ്. ഇത് കഴിഞ്ഞു. ഇത് കറക്റ്റായിട്ട് കണ്ടല്ലോ, ഇതൊരു വേറെ ഒന്നുമില്ല, ഒരു പാനിനകത്ത് പിടിക്കില്ല, തീ സ്ലോ റോസ്റ്റാണ്. കണ്ട ഈ രീതിയിൽ ഇതിനെ കിട്ടുന്നതാണ് ഈ ഒരു റോസ്റ്റ് എന്ന് പറയുന്ന സംഭവം. മഞ്ജുദേ, നമ്മൾ പാട്ടുപാടി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് മഷ്റൂം പനീർ പെപ്പർ റോസ്റ്റ് ആണ്. പ്ലീസ് ട്രൈ ഇറ്റ്. സൂപ്പർ. പനീർ സോഫ്റ്റ് അല്ലേ? എല്ലാം
സാധാരണ മഷ്റൂം നമ്മൾ കഴിക്കുമ്പോൾ എന്ത് പറ്റുന്നറിയോ, ഒരു വെള്ളത്തിന്റെ അംശം പോലെ. കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ വെള്ളത്തിനകത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ മഷ്റൂം ഒക്കെ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ്. ഇതാണ് ആ പാനിനകത്ത് സെപ്പറേറ്റ് അതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ അത് അതിനകത്തുള്ള അതിന്റെ വെള്ളമൊക്കെ അതിനകത്ത് വറ്റി ഡ്രൈ ആയിട്ട് അത് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ക്രഞ്ചി ആ റോസ്റ്റ് മസാലയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക. മഷ്റൂം ഇഷ്ടപ്പെടുന്നവർ അതുപോലെ പനീർ ഇഷ്ടപ്പെടുന്നവർ ഒരു പാനിനകത്ത് ലേശം എണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ ജിഞ്ചർ, ഗാർലിക്, അതുപോലെ പച്ചമുളകും ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. അതിനുശേഷം കുറച്ച് ചോപ്പ് ചെയ്ത ടൊമാറ്റോ ഒരു സൈഡിൽ കുക്ക് ചെയ്തു. പിന്നീട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഒരല്പം ഗരം മസാല, ലേശം കുരുമുളകും, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഇതിനെ മൂന്ന് സൈഡിലാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിനകത്ത് വെള്ളം സൈഡിലാണ് ഒഴിച്ചത്. വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചാലും മതി. വെള്ളം അതിനകത്ത് ഒരു സൈഡിൽ നിന്ന് തിളച്ചതിന് ശേഷം ഈ സോസ് കറക്റ്റായിട്ട് മിക്സായിട്ട് റോസ്റ്റ് ആകുന്നു. വീണ്ടും ഒരു പാനിൽ ലേശം ബട്ടർ ഇട്ടിട്ട് ഈ ചെറിയ ബട്ടൺ മഷ്റൂം കട്ട് ചെയ്ത് 4 മൂന്നാമത്തോ പീസ് ഇട്ടിട്ട് അതിനകത്ത് നിന്ന് സ്ലോ റോസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ കളറൊന്ന് മാറുമ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് വീണ്ടും ലേശം ബട്ടർ ഇട്ട് ഈ പനീർ ഇടുന്നു. പനീറും റോസ്റ്റ് ആകുമ്പോൾ കുറച്ച് ഗാർലിക്കും അതുപോലെ കുറച്ച് ക്രഷ് ചെയ്ത ബ്ലാക്ക് പെപ്പർ ഇട്ടിട്ട് അതിനെ നന്നായിട്ട് സോട്ട് ചെയ്ത് ഡ്രൈ ആയിട്ട് ഈ മസാല റെഡി ആകുമ്പോൾ ഇതിലേക്ക് ഈ പനീറും മഷ്റൂമും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് സ്ലോ ആയിട്ട് കുറച്ച് മല്ലിയില വാരി വിതറിയാൽ സംഗതി റെഡിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇനി നമുക്ക് ഈ ഒരു സെഷൻ്റെ പ്രത്യേകത, നമ്മുടെ ഒരു ഗസ്റ്റ് ഉണ്ട്, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലുമാണ്. ഇത്തവണ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് കൊച്ചിയിലുള്ള അനൂപാണ്. അദ്ദേഹം ഒരു ഷെഫാണ്. അനൂപ് വരൂ. എന്ത് കേക്കാണ് അനൂപ് കൊണ്ടുവന്നിരിക്കുന്നത്? ചീസ് കേക്കാണ്. ഷെഫായിരുന്നു? ഷെഫാണ്. 22 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ഇപ്പോൾ ഒരു ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു ഷോപ്പ് തുടങ്ങി. വീടിന്റെ അടുത്ത് തന്നെയാണ്. എവിടെ, എന്താ ഷോപ്പിന്റെ പേര്? MK കേക്ക് വേൾഡ് എന്നാണ്. MK കേക്ക് വേൾഡ്. എത്ര നാളായി ഈ ഷോപ്പ് തുടങ്ങിയിട്ട്? 2 മാസം കഴിഞ്ഞോളൂ. ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ചായിരുന്നു. ക്രിസ്മസിന് ഡിസംബറിൽ നല്ല ആ ഷോപ്പിൽ ഉണ്ടാക്കിയ കേക്കാണ്. അതെ, ബ്ലൂബെറി ചീസ് കേക്ക്. വൺ ഓഫ് ദ അമേസിംഗ് കേക്കാണ്. ആ പേരൊക്കെ കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം 22 വർഷമായിട്ട് പേസ്ട്രിയിൽ തന്നെ ആയിരുന്നു ഫോക്കസ് ചെയ്തതോ വേറെ കിച്ചണിലൊക്കെ? ആദ്യമേ എല്ലാ കിച്ചണിലും വർക്ക് ചെയ്തതിനു ശേഷം പേസ്ട്രിയിലായിരുന്നു അവസാനം. ഏറ്റവും സിഗ്നേച്ചർ ഏതാണ് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി ഒരു ഡിഷ് എന്ന് പറയുന്നത്? ഒരു കേക്ക് ആണോ അല്ലെങ്കിൽ വല്ല പേസ്ട്രി ആണോ? ഏതാണ്? ടെൻഡർ കോക്കനട്ടിന്റെ പേസ്ട്രീസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത് പിറവത്തിനടുത്തുള്ള നെച്ചൂരിലാണ് 2 മാസമായുള്ള 22 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ ഉണ്ടായിട്ട് ആദ്യമായിട്ട് ഒരു സംരംഭം തുടങ്ങിയതാണ് MK കേക്ക് വേൾഡ്. അപ്പോൾ അവിടെ പോയി ടെൻഡർ കോക്കനട്ട് പേസ്ട്രി, ടെൻഡർ കോക്കനട്ട് ഇപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നത് ബ്ലൂബെറി ചീസ് കേക്കാണ്. അതെന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെയും കൂടെ അഭിപ്രായം പറയും. നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്യാം. അനൂപേ, അടിപൊളി കേക്കാണ്. ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ ഈ ഒരു സന്തോഷത്തിൽ മഞ്ജുവിന്റെ ഒരു പാട്ടുകൂടി ആവണം. 2 പീസ് കേക്ക് എക്സ്ട്രാ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകൂടെ പാടി തന്നിട്ടേ വിടും. മൈനകൾ പദങ്ങൾ പാടുന്നു, കൈതകൾ വിലാസമാടുന്നു, മൈനകൾ പദങ്ങൾ പാടുമ്പോ വിലാസമാടുന്നു, അഴകെല്ലാം കതിരാകുവാൻ ഇന്നും എൻ്റെ ഇണയാകുവാൻ വരതേ മമമോഹം നീയറിഞ്ഞു, മമമോഹം നീയറിഞ്ഞു, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇത് നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അടിപൊളി. ഈ ഒരു ഹാപ്പിനെസ്, ഈ ഒരു പോസിറ്റിവിറ്റി ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരാളാണ്. ഞാൻ പലവട്ടം കണ്ടിട്ടുള്ളതാണ്. ഇത് മാത്രം മതി മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം. അപ്പോൾ നല്ല എല്ലാ വിജയാശംസകളും നേരുന്നു. അതുപോലെ അനൂപേ ഈ ഒരു കട തുടങ്ങി, ഷോപ്പ് തുടങ്ങി 2 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരുപാടുണ്ട്. നല്ല നല്ല ബെറ്റർ പ്രോഡക്ട്സ് ഉണ്ടാക്കി പുതിയ തരം ഇന്നോവേഷൻസ് ഒക്കെ ആയിട്ട് ഈ ഒരു ബ്രാൻഡ് നല്ല രീതിയിൽ പോട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഗോൾഡ് വിന്നർ പ്രസൻസ് മാസ്റ്റർ ഷെഫ് പിള്ളെ 1 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പാർട്ട്ണർ ഗ്രെയിൻ ആൻഡ് ഗ്രേസിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇതുപോലുള്ള കഥകളും പാട്ടുകളും സ്റ്റോറീസൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്. ബൈ.